ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക് ഒളിമ്പിക്സ് ആണ്. എല്ലാ PSC എക്സാമിനും ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒളിമ്പിക്സ് എന്ന ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. ബാക്കിയുള്ള സീരീസുകളിലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മറ്റു വീഡിയോസിലും മറ്റു ഷോർട്സിലും PSC എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്, ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. ടോപ്പിക്ക് ഒളിമ്പിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1, 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ വേദി പാരീസ്, ഫ്രാൻസിലായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, എത്രാമത്തെ ഒളിമ്പിക് ഗെയിംസ് ആണ് 2024 പാരീസിൽ നടന്നത്? ഓർത്തിരിക്കുക, 33ാമത്തേത്. ക്വസ്റ്റ്യൻ നമ്പർ 3, പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ആദ്യത്തെ 3 സ്ഥാനത്തെത്തിയ രാജ്യങ്ങൾ അമേരിക്ക, ചൈന, ജപ്പാൻ. അമേരിക്ക, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ 3 സ്ഥാനത്തെത്തിയ രാജ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 4, 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം ഒളിമ്പിക് ഫ്രൈജ്. ഓർത്തിരിക്കുക, ഒളിമ്പിക് ഫ്രൈജ് ആയിരുന്നു 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം ലോസാൻ, സ്വിറ്റ്സർലൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 6, പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള വളയങ്ങൾ ഏത് കായികമേളയുടെ ചിഹ്നമാണ്? ഒളിമ്പിക്സിൻ്റെ ചിഹ്നമാണ് പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള വളയങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഏഷ്യ ഭൂഖണ്ഡത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒളിമ്പിക് വളയത്തിൻ്റെ നിറമേതാണ്? ഏഷ്യ ഭൂഖണ്ഡത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒളിമ്പിക് വളയത്തിൻ്റെ നിറം മഞ്ഞയാണ്, മഞ്ഞ വളയം. ക്വസ്റ്റ്യൻ നമ്പർ 8, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്ന ഒളിമ്പിക് വളയം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്ന ഒളിമ്പിക് വളയത്തിൻ്റെ നിറമാണ് കറുപ്പ്. കറുപ്പാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ, ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു ആഫ്രിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 9, ഒളിമ്പിക് വളയങ്ങളിലെ നീല നിറം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? നീല നിറം സൂചിപ്പിക്കുന്നത് യൂറോപ്പ്. നീല നിറം യൂറോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്ന വളയം. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒളിമ്പിക് വളയം ചുവപ്പാണ്. ഓക്കെ, താങ്ക് യു.